അടിപൊളി ഓഫറാട്ടോ. ഓണം ഓഫർ, ക്രിസ്മസ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതേപോലെയാണ് മണ്ണുത്തിയിലെ വെറ്റിനറി കോളേജിലെ ഓഫർ എന്ന് പറയുന്നത്. പട്ടിക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 രൂപ. ഓക്കെ, അതിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ നമ്മളൊന്ന് പെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് തലോടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ. ആർക്കൊക്കെ വേണോ ഓഫർ? മണ്ണുത്തി കോളേജിന്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫ്രീ ആണ്. ഇത് കേട്ടോ, നമുക്ക് തൊടാം, നമുക്കിങ്ങനെ പെറ്റ് ചെയ്യാം, ഇതുങ്ങളുടെ കൂടെ കളിക്കാം, വലിയടി ചാക്കരെ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കളി മാറും. 3000 രൂപയുടെയാ ഫൈന്. അപ്പൊ എങ്ങനെയാ, ആരൊക്കെ വരുന്നുണ്ട്? ഈ പാവങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിന്, അതായത് 2000 രൂപ ചാർജ്, ഇതുങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പുന്നാരിക്കുന്നതിന് 1000 രൂപ ചാർജ് എന്നൊക്കെ പറഞ്ഞ ഡീന്. ഇവരൊക്കെ മനുഷ്യരാണോ? ഇവരൊക്കെ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റിയ ആളാട്ടോ ഇവിടുത്തെ ഡീൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ ഒക്കെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഒരു പ്രസ്ഥാനം, ഒരു എന്താ പറയണേ, മൃഗങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകണേ എന്തിനാ? ഒന്ന് ആലോചിക്കും. അപ്പോൾ മണ്ണുത്തി വെറ്റിനറി കോളേജിനെതിരെയാണ് ഈ ഒരു പ്രസ്താവന ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെന്നിട്ട് നമ്മൾ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയോ മൃഗങ്ങളെ തൊട്ട് തലോടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിഴ ഈടാക്കുമെന്നുള്ളൊരു സംവിധാനം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഓവറല്ലേ? മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ കൊടുത്തോട്ടെ, അതിനൊക്കെ പിഴ ഈടാക്കുക, അവരുടെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് മൃഗങ്ങളെ ലാളിക്കുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിഴ ഈടാക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഒരു തരം. മണ്ണുത്തിയിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ ഒരു മൃഗങ്ങളെയും കൊണ്ട് അവിടെ വന്ന് ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അത്യാസന്ന നിലയിൽ കൊണ്ടുവച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി, നമ്മളൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് മൃഗ ഡോക്ടർക്കുടെ സഹായം ലഭിക്കാനാണ് നമ്മൾ ഇവിടെ എങ്ങും പറ്റാണ്ട് നമ്മൾ മണ്ണുത്തിലേക്ക് കൊണ്ട് ഓടുന്നത്. അതിനൊക്കെ വലിയ വലിയ ചാർജുകളും ഇതൊക്കെയാണ് അവരിപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് പറയുകയാണ്. കാരണം മണ്ണുത്തി വെറ്റിനറി കോളേജിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് പായിട്ട് കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രതിഷേധ വീഡിയോ എടുത്തിരിക്കുന്നത്. കുറേയേറെ സത്യമാണ്. ഇപ്പം മൃഗങ്ങളുടെ സംരക്ഷണം എന്നതിലുപരി എന്തോ ഒരു ഫീസൊക്കെ ഈടാക്കാനിരിക്കുന്ന ഒരു പ്രത്യേക സർവകലാശാലയായിട്ട് ഈ കോളേജ് മാറിയിട്ടുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, മൃഗങ്ങളെ തലോട് ഭക്ഷണം കൊടുക്കുന്നത് പോകട്ടെ, ഒന്ന് നമ്മളിപ്പോൾ ഒരു ഓമനത്തുള്ള ഒരു മൃഗത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് ഇഷ്ടമുള്ളവരൊന്ന് പുന്നാരിച്ചു എന്നൊക്കെ വരും. അതിനൊക്കെ പിഴ ഈടാക്കുക എന്ന് പറയുമ്പം വല്ലാത്തൊരു സാഹചര്യമല്ലേ? എന്താ ചെയ്യല്ലേ? കാലം പോണ ഒരു പോക്കേ.